ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും പരാതികൾ മാത്രമുള്ളവരാണ്. പക്ഷെ മാഡം തുടക്കത്തിൽ തന്നെ പറഞ്ഞു സംഘാടക സമിതിയോട് ചർച്ച ചെയ്ത് അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ചർച്ച, എന്താണ് ഇത്തരം പരാതികൾ? അപ്പൊ എന്ത് തരത്തിലാണ് ഏത് തരത്തിലുള്ള ജഡ്ജസ്, ആ ജഡ്ജസിന്റെ യോഗ്യത എന്താ? ഇത്തരം ചർച്ചകൾ ഈ സംഘാടക സമിതിയിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ചർച്ചകൾ നടക്കാറില്ല. ചർച്ചകൾ നടക്കാറുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ DPI സ്റ്റേറ്റ് കലോത്സവം നടത്തുന്ന അതിന്റെ ജഡ്ജസിനെ തീരുമാനിക്കുന്ന DPI തന്നെയാണ്. DPIയും അതിന്റെ തൊട്ടടുത്ത ആളുകളും കൂടിയാണ്. ഒരു 4-5 പേരടങ്ങുന്ന ഒരു ടീം മാത്രമാണ്. ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള നമ്മൾ സ്റ്റേറ്റിൽ നടത്തുന്നത്. ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ എത്രയും ക്വാളിഫൈഡ് ഉള്ള ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ആളുകൾ ചോദിക്കുന്ന പൈസയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞു സർക്കാർ സ്കൂളുകളിൽ ഇവർക്ക് കുട്ടികളെ ഡാൻസിനൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരാളെ വെച്ച് പഠിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ 2-2.5 ഒക്കെ ലക്ഷം രൂപ കൊടുത്താണ് പഠിപ്പിക്കുന്നത് ഉണ്ടായിരിക്കാം. പക്ഷെ പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് അതെല്ലാം കൂടി പാവപ്പെട്ട കുട്ടിക്ക് യാതൊരു വിധത്തിലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ജഡ്ജസ് വരുമ്പോഴത്തേനും അവര് ഞങ്ങൾ ഇതിനു വേണ്ടി കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരായിരിക്കണമല്ലോ. കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു ഇതുണ്ട്. ഈ ഭരതമുനിയുടെ ഇതിനകത്ത് നാട്യശാസ്ത്രത്തില് ഒരു ചിലങ്കയിൽ എത്ര മുത്തു വേണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, കണക്കുണ്ട്. ഇതൊന്നും അറിഞ്ഞൂടാതെ ഇവിടെ മുഴുവൻ കുത്തുമിട്ട് ഭരതനാട്യത്തിന് തലയില് പലതും വെച്ച് ഓപ്പണായിട്ട് പറട്ടെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് വന്നു നിന്ന് കഴിഞ്ഞാൽ 100 പിള്ളേരുടെയും 100 പിള്ളേരെയും ഒരേപോലെ മേക്കപ്പ് ചെയ്ത് വെക്കുക. അത് പാടില്ല. ഓരോ കുട്ടിക്ക് അതിന് ഇത്ര അതറിയാന്നുള്ള ജഡ്ജസ് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നാടോടി നൃത്തം നിങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നാടോടി നൃത്തം പഠിക്കണം. ഗുരുവിനോട് പറയണം ഞങ്ങൾക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള കവിതകൾ മതി. വയലോപ്പള്ളിയിൽ ഇതല്ല പീഡനം. ഞാൻ ഇപ്പോഴും അടുത്ത വരാൻ പോണ കഥ 2000 രൂപയുടെ നോട്ട് മാറാൻ പോകുന്ന സ്ത്രീയെ വഴിയിൽ വെച്ച് പീഡിപ്പിച്ചു. ഇതായിരിക്കും അടുത്ത വർഷത്തെ നാടോടി നൃത്തം. ഇത് സത്യമാണ്. അവസാനം ഒരു കാലം ഇവിടെ പെണ്ണിൻ വേദന ആററിയാൻ, ഇവിടെ ആണുങ്ങൾക്ക് വേദനയില്ലേ? സത്യം പറഞ്ഞ സങ്കടം തോന്നി, വളരെ വിഷമം. ഇനി ഇതിന്റെ രാഗവും ട്യൂണും ഏത് സാറ് പഠിപ്പിച്ചാലും ഒരേ താളവും എന്നിട്ട് അല്ലല്ല പല സാറ് പഠിപ്പിക്കുന്നത്. കാരണം അത് ചെലവാക്കണ്ട. എന്നിട്ട് സാറാ പൈസ എടുക്കുകയാണ്. നല്ല മ്യൂസിക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയല്ല. വൈലോപ്പള്ളിയുടെ മാമ്പഴം എടുക്കുക, അതിനെ ഡാൻസ് ചെയ്യുക. അന്ന് ഡാൻസിന് പാട്ട് എഴുതിക്കൊണ്ടിരുന്ന ബിച്ചു തിരുമല, ONV, നാരായണ പണിക്കർ സാർ, ഇതുപോലുള്ള കാവാലൻ സാറൊക്കെയാണ് നമുക്കൊക്കെ എഴുതിക്കൊണ്ട് തന്നിരുന്നത്. ഇന്ന് വളർന്നുള്ള ഡാൻസ് മാസ്റ്റർ തന്നെ മേക്കപ്പ് മാനും പാട്ട് എഴുതി കൊടുക്കുന്നു. എന്താണ് സംഭവം? ഇതേപോലെ തന്നെയാണ് ഒട്ടത്തി കേരളത്തിൽ വരുന്നു, ഒട്ടത്തെ പീഡിപ്പിച്ചു. ലോട്ടറി വിൽക്കാൻ പോണ പെണ്ണ് അവരെ പീഡിപ്പിച്ച് പെണ്ണിൻ വേദന അറിയാം. ഇത് മാറ്റണം. നമുക്കൊരു സംസ്കാരമുണ്ട് കേരളത്തിൽ. കവികളുടെ കവിതകൾ മാത്രം നൃത്തമാക്കാൻ തീരുമാനിച്ചാൽ മനോഹരമായ നൃത്തം നമുക്ക്. അല്ല, ഇവിടെ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് കലാതിലകം കിട്ടിയ വർഷം ഭരതനാട്യത്തിന് ഫസ്റ്റ് ആയിരുന്നു. അന്ന് എനിക്ക് തച്ചിരുന്ന സാരി വെറും 200-250 രൂപയുടെ സാരിയാണ്. ഹാൻഡ്ലൂം സാരിയാണ്. ചേച്ചിക്ക് അറിയാം. ഞാൻ പറയാം, അത്രയും എക്സ്പെൻസീവ് ഇത്രയും 10,000 രൂപയുടെ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സാരി എടുത്ത് കോസ്റ്റ്യൂം തയ്ക്കാവുന്ന അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം കൈവിട്ട് പോവാതെ നമ്മൾ നീറ്റായിട്ടുള്ള സാധനം എന്താണോ അത് ചെയ്യുക. സാമ്പത്തികമുള്ളവരും സാമ്പത്തികമില്ലാത്തവരും തമ്മിലുള്ള ഒരു പ്രശ്നവും കൂടെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? അതാണ് കുട്ടികളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് സംസ്ഥാന യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കോഴിക്കോട് കാൻഡിഡേറ്റിന്റെ ആഭരണത്തെ പറ്റി മാത്രം ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പത്രങ്ങളിൽ. ഈ സാധുവായ സർക്കാർ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ആവശ്യത്തിനുള്ള ഡ്രസ്സ് കിട്ടുകൊണ്ട് ഈ മായാലോകത്ത് അന്തം വിട്ട് നിൽക്കുവാണ്. നമ്മളൊക്കെ എന്തിനാ ഇവിടെ വന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ എല്ലാവരും മത്സരിക്കണം. ഈ ഇത്രയും സംസ്ഥാനത്ത് ഇത്രയും പൈസ ഇതിനു വേണ്ടി ചെലവാക്കണം. നമുക്ക് എന്ത് കിട്ടി? ആ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ ഒരു പത്രത്തിൽ ഫോട്ടോ വരും. അല്ലാതെ ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റ് എത്രത്തോളം പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു. അതിലൊരു അവസരം, ഓണം ഫെസ്റ്റിവൽ, നിശാഗന്ധി അതിനൊക്കെ ഇവിടുന്ന് പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരും. നമുക്ക് എന്തുകൊണ്ട് തന്നൂടെ? അത് വലിയ വിഷമമുള്ള എത്രയോ ഇല്ല. നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? ഞാനിപ്പോ ഒരു സിനിമാ പ്രവർത്തകനാണ്, അറിയാലോ. 10-45 സിനിമ എഴുതിയൊരു വ്യക്തിയാണ്. എല്ലാവരുമായിട്ട് നല്ല ഇതിലായിട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ പറയാണ്, ഇവിടെ സിനിമാ നടി എന്ന് പറഞ്ഞാൽ നടൻ എന്ന് പറഞ്ഞാൽ അവരുടെ നൃത്തം അങ്ങോട്ട് വയ്ക്കാണ്. അവർക്ക് ഡാൻസിന്റെ ABCD അറിയാത്ത അമ്പിളിദേവി, ശ്രീലക്ഷ്മി ഓക്കെ ഡാൻസിന്റെ ABCD അറിയാത്തവര് സിനിമയിൽ നൃത്തം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ റിയൽ ആയിട്ട് അവർക്ക് ഈ പ്രോഗ്രാം കൊടുക്കുന്നത് ഭയങ്കര സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടുന്ന കുട്ടികളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ നിശാഗന്ധിയുടെ ഓപ്പണിംഗ് ആയിട്ട്
അവർക്ക് കൊടുക്കുക. അതുപോലെ പാട്ട് എ ഗ്രേഡ് കിട്ടിയ സോളോ കിട്ടിയ കുട്ടികൾക്ക് ഒരു കച്ചേരി കൊടുക്കുക. അവിടെയൊക്കെ അങ്ങനെയല്ലേ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ കലാകാരന്മാരെ വളർത്താൻ വേണ്ടിയുള്ള ഉത്സവമാണോ അതോ യഥാർത്ഥ കലാകാരന്മാരെ തളർത്താൻ വേണ്ടി? വളർത്താനാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത് കലാകാരന്മാരെ വളർത്തുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ കൂടിയിരുന്ന ആളുകൾ ഇതിനെ തളർത്തുന്നു. അതിൽ ഉൾപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാനൊന്ന് പറയട്ടെ. മോശപ്പെട്ട ഗുരുക്കന്മാരെന്നുള്ളതല്ല. ഏതായാലും ഒരു കലയുമായി ബന്ധപ്പെട്ട മേഡം സൂചിപ്പിച്ച പോലെ നിശ്ചിത യോഗ്യതയുള്ള ആളുകളെ ഇതിന് വിധികർത്താക്കളായി ഇരുത്തിയാൽ പോലും അവര് പോലും കാണിക്കുന്ന അഴിമതി, അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയാം. അങ്ങനെ ഈ കലയെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം. കലയെ ഉപജീവനമാക്കാൻ പാടില്ല, കലയെ വിൽപ്പന ചരക്കാക്കാൻ പാടില്ല, കലയെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന വിധികർത്താക്കൾ അത് എക്സ്ട്രാ ആരോ ഇപ്പൊ ക്വാളിഫൈഡ് ആണോ അല്ലയോ, ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ വിളിക്കുള്ളൂ. ലിസ്റ്റിലുള്ള ആൾക്കാരെ തന്നെയാണ് ഉപജില്ലാ തലം മുതൽ വിളിക്കുന്നത്. അത് ആർക്കും കൂടെ പരിശോധിക്കാം. പക്ഷേ ലിസ്റ്റിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ DPI കൊടുക്കുന്ന ലിസ്റ്റിൽ, ഇത് DD കൊടുക്കുന്ന ലിസ്റ്റിലുള്ള നൃത്ത അധ്യാപകരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ഐറ്റങ്ങളുടെയും അത്തരത്തിലുള്ള അധ്യാപകരെ വിളിച്ചാൽ പോലും എന്തുകൊണ്ട് നമ്മുടെ ടെക്നോളജി വളർന്നു, ഓൺലൈൻ ജഡ്ജ്മെന്റ് പറ്റും. ഇവിടെ 3 ജഡ്ജി ഇരിക്കുന്ന സമയത്ത് തന്നെ ചെന്നൈയിലിരുന്ന് ധനഞ്ജയ ജഡ്ജ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് റിസൾട്ട് ഓൺലൈൻ ജഡ്ജ്മെന്റും നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു 10-20 ചോദ്യം സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ. 10-20 ചോദ്യം രഹസ്യമായി ഈ നൃത്തം കഴിഞ്ഞ ശേഷം കുട്ടിയെ കൊണ്ട് ഓറലായി ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഈ പറയുന്ന കാര്യം ഇപ്പൊ ഞാൻ ഈ ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നമുക്കൊരു ഒരു ധാരണയിൽ എത്താൻ പറ്റും. ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നേരത്തെ നിശാഗന്ധിയുടെ ഒക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു വളരെ ആകർഷകമായ ഒരു പരിശോധിക്കപ്പെടുന്ന വിഷയമാണെന്ന് തോന്നുന്നു. കാരണം ഒരു പക്ഷേ നമ്മുടെ കൈരളി TV ഇത് കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു നിർദ്ദേശമൊക്കെ പറയും. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്ന് വെച്ചാൽ പാനൽ തന്നെയാണ് ചെയ്യുന്നത്, അതൊന്നും തർക്കമില്ല. പക്ഷെ ഈ പാനൽ എടുത്തപ്പോഴും പ്രശ്നമുണ്ട്. പ്രശ്നം ഇല്ല നമ്മൾ ആരും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തോട് കണ്ണടച്ചിട്ടൊന്നും യാതൊരു കാര്യം. യഥാർത്ഥത്തിൽ ജഡ്ജ്മെന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാനലിൽ വെച്ച് പാനലിൽ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അത് തർക്കമില്ല. അത് ഇപ്രാവശ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്രാവശ്യം പാനലിൽ വെച്ച് യഥാർത്ഥത്തിലുള്ള ആളുകളെ വെച്ച് ഈ പറയുന്ന ഓൺലൈൻ ഉൾപ്പെടെയുള്ള സംഗതികളെ കുറിച്ചും കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കാരണം അത് നടക്കേണ്ടതാണ്. ഇവിടെ പക്ഷെ വേറൊരു വിഷയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് ബേസിക്കായി നമ്മൾ പറഞ്ഞില്ല. ഇതില് മറ്റൊരു വിഷയത്തോട് ചർച്ച ചെയ്യുന്നതേ ഇല്ല. പല രക്ഷിതാക്കളും കേവലമായി വരുന്നത് ഗ്രേസ് മാർക്ക് എന്നൊരു സാധനം ഉണ്ട്. ആ സാധനം അത് പറഞ്ഞില്ലേ, ഈ ഗ്രേസ് മാർക്കിന്റെ ബലത്തിലാണ് 30 മാർക്കാണ് കൊടുക്കുന്നത്. കൊടുക്കണ്ടെന്ന് പറയാൻ ഇപ്പൊ ഈ സാഹചര്യത്തിൽ പറ്റില്ല. ഒരു മിനിറ്റ് ഞാൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗ്രേസ് മാർക്കിന്റെ രക്ഷിതാക്കളെ ബാധിക്കുന്നുണ്ട്, കുട്ടികളെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ എനിക്കറിയാം. കുട്ടികൾക്ക് ഇത് കിട്ടിയാലും കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ ഗ്രേസ് മാർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പീഡനം നമ്മുടെ മേഖലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. കാരണം കാസർഗോഡ് വെച്ചാണ് യക്ഷഗാനം ഉണ്ടായത്. പ്രൈസ് കിട്ടുന്ന ഇപ്പം എറണാകുളത്താണ്. യക്ഷഗാനത്തിന്റെ ബേസ് യക്ഷഗാനത്ത് അവിടെയേ ഉള്ളൂ, വേറെ എവിടെയും ഞാൻ കണ്ടില്ല യക്ഷഗാനം. ഈ യക്ഷഗാനം കളിച്ച കുട്ടിയോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, എന്താണ് കുട്ടിക്ക് ആ സംഘം നടന്നു കഴിഞ്ഞല്ലോ, അതിലല്ലാതെ അതിന്റെ ഇടത്തു അറിയില്ല വലത്തു അറിയില്ല, ഇപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ നാടൻ കല. ഇപ്പൊ നാടൻ കല വല്ലാത്ത വിൽപ്പനയാണ്. അത് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. ആരും നാടൻ കല പാടും. അത് പാടി പഠിപ്പിക്കുന്നത് നമ്മൾ ടീച്ചർമാർ ഒരു മണിക്കൂർ മനക്കെട്ടാൽ നാടൻ കലയെ. ഇതാണ് സംഭവം. അപ്പൊ ഇത് ആരാണ് എന്താണ് ഇത് ബേസിക് ആയിട്ട് നമ്മൾ ആ കാര്യത്തിൽ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ജഡ്ജസിനെ നിലനിൽക്കുമ്പോൾ പിന്നെ വേറെ കൂടി ടീച്ചർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഇത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കുട്ടിയുടെ കഴിവുള്ള കുട്ടിയെ നമ്മൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. യഥാർത്ഥ കുട്ടി ഇപ്പോഴും പുറത്താണ്. ഇപ്പൊ കാണുന്ന കുട്ടികളെല്ലാം പിന്നെ കാശിന്റെ ബലത്തിൽ വന്നിട്ടുള്ള കുറെ കുട്ടികളാണ്.
യഥാർത്ഥത്തിൽ നല്ല കുട്ടികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഒരുപാട് പ്രതിഷേധം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അല്ല, പക്ഷേ ഒരു കല എന്ന് പറയുന്നതിന് മത്സരിച്ച് സമ്മാനം കിട്ടണം എന്നില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ആങ്കർ ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന മത്സരവേദിയിൽ നിന്ന് വന്നതല്ല. അതെ, ശോഭന മത്സരവേദിയിൽ നിന്ന് വന്നതല്ല. ഇങ്ങനെ നിരവധി പേര് നമുക്ക് ലോകപ്രശസ്തരായ കലാകാരന്മാരും ഒന്നും രണ്ടും സമ്മാനത്തിന് വേണ്ടിയിട്ട് ആദ്യം മദ്രാസിൽ നിന്ന് ആരും കൊണ്ടുവന്നിരുന്നില്ല. ഇവിടെയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ ആൾക്കാരോ RLV നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റി അവിടുന്ന് സ്വാതന്ത്ര്യനാൾ അങ്ങനെ ഇതിപ്പോ എപ്പോ പുറത്തുനിന്ന് വന്നോ പുറത്തുനിന്ന് ജഡ്ജസിനെ ആരോ ഒരാള് കൊണ്ടതോടുകൂടി ഇവിടെയുള്ള സകല പേരും മദ്രാസിലേക്ക് പോയി. നമുക്ക് തണുക്കാം, കുറച്ചൊന്ന് തണുക്കാം. നമുക്ക് നൗഷാദ് സാറിനോട് കലാഭവൻ എന്ന് പറയുന്ന ഒരു വലിയ തട്ടകത്തിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടി? പ്ലീസ്. അല്ല, ഒന്ന് റിലാക്സ് ചെയ്യാം. എല്ലാരും ഭയങ്കര ടെൻഷൻ, നല്ല ദേഷ്യത്തിലിരിക്കും. ടീച്ചർ ഒന്ന് തണുക്കട്ടെ. ടീച്ചർ ഭയങ്കര ഇതിലാണല്ലോ, ടീച്ചർ തണുപ്പിക്കാൻ. അതെ, മിമിക്രി ആണെങ്കിൽ അവിടെ വെച്ചു ഞാനൊരു ചെറിയ ഒരു പ്രസംഗത്തിന് ഈ പ്രാസം വെച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗികരെ പ്രശംസിക്കുന്ന പ്രവൃത്തിയോട് പ്രതിഷേധിക്കുന്ന പ്രാകൃതമായ പ്രകൃതമാണ് നമ്മുടെ പ്രാഞ്ചിയുടെ അപ്പച്ചൻ വർക്കിച്ച് തുർക്കിന്ന് പറക്കി കൊണ്ടുവന്നിട്ട് ഇറുക്കി കുത്തി വെറ്റിലും മുറുക്കി സർക്കിട്ട് പോയി അന്തർമുഖത്തിയുടെ വീട്ടിൽ നിന്ന മാത്രയ്ക്ക് മിത്രമായ പത്രസോന്റെ സൂത്രത്തിൽ സത്രത്തിലാക്കിയത് എത്രയ്ക്ക് നന്നായി. മൂത്തമോളെ നിങ്ങൾ മറിയുമായിരിക്കും മോളി. പത്തിപ്പടിക്കുമ്പോൾ മത്താക്കോച്ചോടൻ മത്തായുടെ മകൾ ചങ്ങാത്തത്തിലെ തമാശയ്ക്കാണ് മീനാക്ഷിയോട് പറഞ്ഞത്. ഏഷ്ണി കൂട്ടുന്ന ദാക്ഷായണിയായിരുന്ന കല്യാണിക്ക് ഭീഷണിയിലും സുഭാഷിണിക്ക് അത് ഭൂഷണമായി തോന്നിയില്ല. എന്തെന്നാൽ മക്കളിൽ മൂത്തവനായ മൈക്കിൾ എക്കളും വിട്ടോട്ട് പിക്കിള് വിൽക്കാൻ സൈക്കിളും വിളിച്ച് ശാന്തനായ ആന്തനോട് പറഞ്ഞിട്ട് എന്തുണ്ടായി ഇന്ന് എന്തായി മോളിക്ക് മക്കളും ഒക്കത്തായി. ഇത് ഞാൻ പറഞ്ഞത് ഇത് പ്രാസം പറയരുതെന്ന് പറഞ്ഞിട്ട് പ്രാസം പറയുന്ന പോലെയാണ്. നമ്മള് അഴിമതി നടത്തരുത് എന്ന് പറയുന്നവർ തന്നെയാണ് അഴിമതി നടത്തുന്നത്. അമ്പിളി കുറെ നേരം ഈ ബഹളമൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുക. അമ്പിളി, സൗഹൃദം ഇല്ലാതെയാവുന്നുണ്ടോ ഇത്തരം ഒരു മത്സര വേദി? എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും മത്സരവേദിയിൽ പോയത് പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കിട്ടുന്നതിൽ സന്തോഷിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നി പറഞ്ഞ കണക്ക് മീഡിയാസ് ആണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുന്നത്. അല്ലാതെ നവ്യക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. അന്ന് ആ കുട്ടി തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണ്, പക്ഷെ അത് ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതിയിട്ടല്ല പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ എല്ലാ വർഷവും 2001 നടന്ന സംഭവം ഇനി ഇപ്രാവശ്യം 2017 യുവജനോത്സവം എന്ന് പറയുമ്പോൾ ആദ്യം ഇതായിരിക്കും കാണിക്കുക. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. യുവജനോത്സവം എന്ന് പറയുമ്പോൾ അമ്പിളി ദേവി, നവ്യ നായർ, ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ. അതൊക്കെ പണ്ടേ പോയി ഞങ്ങളെല്ലാം അത് മറന്നു. പക്ഷെ ഇപ്പോഴും മീഡിയാസ് അത് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നത്. അത് ദയവേത് ഇപ്പൊ പറഞ്ഞ ജഡ്ജ്മെന്റിന്റെ കാര്യമാണ്. എങ്ങനെയാണ് സംഘാടകരാണ് ജഡ്ജ്മെന്റിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞത്, പക്ഷെ ഇത് എങ്ങനെ മേക്കപ്പ് മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയുന്നു? അതെ, മേക്കപ്പ് മാൻമാരാണ് അറിയുന്നത് ഇതൊക്കെ. അതെങ്ങനെ അറിയുന്നു? ഒന്നെങ്കിൽ സംഘാടകരിൽ പെട്ട ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവര് വിളിക്കുന്ന ജഡ്ജസ് പറഞ്ഞിട്ടായിരിക്കും. അതൊന്നും ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികൾക്ക് സമ്മാനം കിട്ടും. അത് ഈ സംസ്ഥാന തലത്തിൽ മാത്രമല്ല, സ്കൂൾ തലത്തിലേ തുടങ്ങണം. ഇതൊരു സ്വകാര്യതയില്ലേ ഇതിന്? സ്വകാര്യതയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ പിന്നെ അത് നമ്മളിപ്പോ ഓരോ ജഡ്ജിനെ ഇപ്പം തിരുവനന്തപുരം ജില്ലക്ക് മൂല്യധന അല്ലെങ്കിൽ വിധികർത്താവായി കണ്ണൂരിൽ ഒരു ജഡ്ജിനെ വിളിക്കുകയാണ്. ഈ കണ്ണൂർ ആ ജഡ്ജിനെ സംബന്ധിച്ചോളം ഇവിടെ തിരുവനന്തപുരത്തുള്ള ജഡ്ജുമായിട്ട് ബന്ധമുള്ളവരാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് കണ്ണൂരുമായി ബന്ധമുണ്ട്, തൃശ്ശൂരുള്ളവർക്ക് കൊല്ലവും, അങ്ങനെ ഓരോ ജില്ലയിലെയും ഡാൻസ് ടീച്ചേഴ്സിന് പരസ്പരം ബന്ധമുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, അല്ല ഇന്ന ജില്ലയിലുണ്ട്, ഇന്ന സബിലുണ്ട്, ഇന്ന വിധികർത്താവാണ് എന്ന് അവർ പരസ്പരം പറഞ്ഞപ്പോൾ അവർ തമ്മിൽ അറിയുകയും ചെയ്യും. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് എത്ര വിചാരിച്ചാലും ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വിളിക്കുന്നത് സംസ്ഥാനം വിട്ടാണ്. അത് നേരത്തെ പറഞ്ഞ സംഘാടകരല്ല, അതിന് അധ്യാപക സംഘടനകളല്ല ജഡ്ജിനെ വിളിക്കുന്നത്. അത് DPIയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, ഏറ്റവും സീക്രസിയായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലും വെളിയിൽ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവര് ഇവിടുത്തെ ലൈസൺ വർക്ക് നടക്കുന്നുണ്ട് സംസ്ഥാനവുമായിട്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്. അത്തരത്തിൽ ഈ നൃത്തം പഠിപ്പിക്കുന്ന ഗുരുക്കൾ വിചാരിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ള ഇത്തരത്തിലുള്ള കച്ചവടം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അർഹമായ കുട്ടികൾക്ക് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, 1ാം സ്ഥാനം അല്ലെങ്കിൽ ആ ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൃത്തം പഠിപ്പിക്കുന്ന ആ ഗുരുക്കന്മാർ തന്നെ ആ കലയോട് സ്നേഹം കാണിക്കുകയും കലാകാരന്മാരെയും കലാകാരികളെയും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചോളം കുട്ടികൾ ഇപ്പൊ അമ്പിളി ദേവി സൂചിപ്പിച്ചു, എനിക്ക് പ്രൈസ് കിട്ടണമെന്നില്ല, ഞാൻ മത്സരിച്ചാൽ മതി. പക്ഷെ കുട്ടികളെ കൊണ്ടുവരുന്ന ആ ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊണ്ടുവരുന്നവർക്ക് അതല്ല. പഠിപ്പിച്ചു കൊണ്ടുവന്ന് സ്റ്റേജ് കയറ്റാൻ പോകുമ്പം കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് കുട്ടി കയറുന്നത് ആ ഗുരുവിൻ്റെയാണ്, പഠിപ്പിച്ച ഡാൻസ് ടീച്ചറുടെയാണ്.
ഇറങ്ങി വന്ന് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്ന ആരാ? കുട്ടിയല്ല, കുട്ടിയുടെ രക്ഷകർത്താവിനെ ചൂടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പഠിപ്പിക്കുന്ന അധ്യാപനം. എന്തിനാ? പിറ്റേ വർഷവും ആ കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം? പഠിപ്പിക്കുന്ന അധ്യാപിക ചെയ്യേണ്ടതെന്നറിയാമോ? ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ അടുത്ത് പറയണം, ഈ പങ്കെടുത്ത എല്ലാ കുട്ടികളുടെയും പ്രകടനം ഒന്ന് കണ്ടിട്ട് എന്റെ മോൾക്ക് 1ാം സ്ഥാനത്തിന് അർഹതയുണ്ടോ ചിന്തിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല. അത് ചെയ്യണം. ഈ മാപ്പിളകല എല്ലാം അത് തന്നെ. ഡാൻസിന് മാത്രം പറയുന്നില്ല. മോൻ എന്തോ പറയാനുണ്ട്? എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അവരിങ്ങനെ വിധികർത്താക്കളെ സ്വാധീനം ചെലുത്തി തങ്ങളുടെ മക്കൾക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അവസരത്തിൽ ദൈവം തന്ന കലയല്ലേ വില കൊടുത്ത് വാങ്ങുന്നത്? അതിലുപരിയായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മക്കളെയല്ലേ ചതിക്കുന്നത്? കാരണം ഈ ചെറിയ പ്രായത്തിൽ അവരുടെ മനസ്സിലൊരു തെറ്റായ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ കുത്തിവെക്കുന്നത്. അപ്പോൾ ഇത് അവരെ ഭാവിയിലും വേട്ടയാടും. കാരണം എളുപ്പത്തിൽ എന്തും നേടാൻ കഴിയും എന്നത് അവരെ ഭാവിയിലും ഇത് വേട്ടയാടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളെ മാത്രം നാം വികസിപ്പിച്ചെടുക്കുക. നമുക്ക് ലഭിക്കാത്തതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞല്ലോ, കാശ് കൊടുത്താണ് പല ജഡ്ജസിനെയും മയക്കി ഐറ്റംസിനൊക്കെ ഫസ്റ്റ് വാങ്ങുന്നതെന്ന്. അപ്പം സാധാരണക്കാരുടെ മക്കള് പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വരുന്ന ഞങ്ങള് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് എന്ത് വിശ്വസിച്ചാണ് ഇനി ആ കലയിലോട്ട് പങ്കെടുക്കേണ്ടത്? ഇവിടെ തന്നെ പല കോൺവെന്റ് സ്കൂൾസ് ആണ് മെയിൻ ആയിട്ടും, പ്രൈവറ്റ് സ്കൂൾസ്, അല്ലെങ്കിൽ അവരൊക്കെ പങ്കെടുക്കുമ്പോൾ അവരുടെ സ്കൂളിന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതിന് വരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ക്ലാസ് കളഞ്ഞിട്ടാണ് ഞങ്ങൾ പലപ്പോഴും ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളുടെ കലയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ ഞങ്ങളുടെ പലപ്പോഴും ഞങ്ങളിപ്പോ തളർന്നിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ല, അത് ധൈര്യമായി കളിക്കാൻ എല്ലാ ജഡ്ജസിനെയും നമ്മൾ പഴിക്കരുത്. എല്ലാ ജഡ്ജസും, അതായത് കലാകാരനായിട്ടുള്ള ജഡ്ജ് ഒരിക്കലും കറപ്ഷന് കൂട്ടുനിൽക്കില്ല. നിൽക്കില്ല. ഒരാളും ചെയ്യില്ല. ബയോഡാറ്റ വായിക്കുമ്പോൾ തന്നെ കലാകാരൻ അല്ലെങ്കിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം എന്നുള്ളതല്ല. നമ്മൾ നോക്കിയാല് ഏഷ്യയിലെ നമ്പർ 1 കലകൾ ഫെസ്റ്റിവൽ ആയിട്ടാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവം കാണുന്നത്. അത് സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഒന്നും, സാറ് നേരത്തെ പറഞ്ഞു മത്സരമാകുമ്പോൾ 1-2 സ്ഥാനം വേണമെന്ന്. അതൊരു മത്സരമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പലതരത്തിലുള്ള ഡാൻസ് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ തന്നെ കഥകളിയും നങ്ങ്യാർകൂത്തും മുതലായ ഒരുപാട് കലകളുണ്ട്. അപ്പം അതൊരു മത്സരത്തിന് ഉപരി നമ്മളെന്താ നമ്മുടെ കലകളെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ കൂടെയാണ് ഇപ്പൊ സ്കൂൾ കലോത്സവം. ഇല്ലെങ്കിൽ എന്നേ തന്നെ ഇപ്പൊ ഇവിടുത്തെ നമ്മളെ സ്കൂളിൽ നിന്ന് ജയിച്ച് സബില് പോയാലും സബ് ജില്ലയിൽ നിന്ന് ജയിച്ച് ജില്ലയിൽ പോയാലും സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മള് ഇവിടെ ഇപ്പൊ കള്ളത്തര പോലുള്ള ഈ കാശ് കൊടുത്ത് നേടുകയാണെങ്കിൽ നേരായ രീതിയിൽ പോയി ഫസ്റ്റ് വാങ്ങിച്ച് സ്റ്റേറ്റിലെത്തുന്ന കുട്ടി അപ്പോൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്നും കള്ളത്തരമാണ്, എപ്പോഴും കള്ളത്തരമാണ്. പിന്നെ ഞാൻ ഈ സ്റ്റേറ്റ് വന്നിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണ്? വെറുതെ ഒരു 30 മാർക്കിന് വേണ്ടിയാണോ ഞാൻ വരുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നൊരു കുട്ടി, അങ്ങനെ ഈ നേരായ വഴി കൂടി വരുന്നവർക്ക് പിന്നെ മത്സരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല ഈ കള്ളത്തരം കാരണം. അപ്പോൾ ഇത് കുറയ്ക്കുന്നത് കുട്ടികൾ, ഈ നല്ല കുട്ടികൾ ഒരുപാട് ഇതിലേക്ക് കടന്നു വരാൻ പ്രയോജനം ഉണ്ടാവും. പറയും. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പോ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞങ്ങള് സബ് ജില്ലയിലോ ജില്ലയിലോ എവിടെയെങ്കിലും പോയിരിക്കുന്ന സമയത്ത് ഉടനെ കാണികളുടെ ഇടയിൽ നിന്ന് ശബ്ദം ഉണ്ടല്ലോ, ഓ ആ സാറിന്റെ സ്റ്റുഡന്റ് ആണ്, ഇപ്പൊ അതിന് തന്നെ കിട്ടും. അപ്പൊ ബാക്കി വന്നിരിക്കുന്നവരൊക്കെ വിചാരിക്കും, ഓ ഞാനിനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, അതിനായിരിക്കും കിട്ടുന്നത്. ഞങ്ങളുടെ ആത്മവിശ്വാസം അപ്പോഴേ ചവിട്ടി താഴ്ത്തി കളയാണ്. ഞങ്ങൾക്കൊരു പ്രോത്സാഹനമില്ല. ഇനി ജഡ്ജസിനോട് എന്താണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് ചോദിക്കാന്ന് വിചാരിച്ച ജഡ്ജസിനെ പിന്നെ കാണില്ല. അത് സംഘാടകരോട് ചോദിക്കാം. സംഘാടകരോട് ഇനി നമുക്ക് തെറ്റ് പറ്റിയിരിക്കാം, ശരി നമുക്ക് അപ്പീലിന് പോവാം. സംഘാടകരോട് ചോദിച്ചാൽ പറയും നിങ്ങളുടെ തെറ്റ് തന്നെ ആയിരിക്കും, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാ റിസൾട്ട് എന്താ, നമ്മുടെ ഗ്രേഡ് എന്താ, അറിയില്ല. വേറൊരാളോട് ചെന്ന് ചോദിക്കാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ പറയും ഞാനാണോ, അയ്യോ എന്റേതല്ല, ഞാനല്ല, കൺവീനറിനോട് ചോദിക്കണം. കൺവീനറിന്റെ അടുത്ത് പോവും. അതുപോലെ തന്നെ ഇനി സമയം പറയാം, 2:30 തുടങ്ങേണ്ട പരിപാടിയാണ്, 9:30 സിംഗുലർ ഐറ്റംസ് എല്ലാം വെക്കുന്നത്. ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല. മിക്ക കലോത്സവത്തിനും പങ്ക്ച്വാലിറ്റി കാണില്ല. അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പാടുവോ? ഒരു പാട്ട് പാടൂ, കേൾക്കാം.
സരയൂ നീ പറയൂ രാമനെവിടെ വൈദേഹി തന്നുടെ കാന്തനെവിടെ നിൻ സലിലത്തിൽ മുങ്ങിത്താണോരു നിൻ സലിലത്തിൽ മുങ്ങിത്താണോരു ദശരഥ നന്ദനനെവിടെ ആ ദശമുഖനന്ദകന്നെവിടെ സരയൂ നീ പറയൂ. പറയാനുണ്ടോ? ഇതെല്ലാം കേൾക്കാനാണ് നമ്മൾ ഈ മാഡത്തിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. പറയാനുള്ളതെല്ലാം പറയാം. എനിക്ക് പറയാനുള്ളത് ഇപ്പം സ്കൂളിലെ ക്ലസ്റ്റർ സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം ക്ലസ്റ്റർ സംവിധാനം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പം ഞാൻ പങ്കെടുക്കുന്ന ക്ലസ്റ്ററിൽ ഏകദേശം 15ഓളം ഐറ്റംസ് ഉണ്ട്. അതിൽ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. പക്ഷേ അവർക്ക് അടുത്ത ലെവലിലോട്ട് അതിന് പോകാൻ പറ്റുന്നില്ല. അത് ഒരു വലിയ പിഴവ് തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അവരവരുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കണമെന്നും അടുത്ത ലെവലിലോട്ട് പോകണമെന്നും ആഗ്രഹമുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ വിഷമമുണ്ട് ഓരോരുത്തർക്കും പോകാൻ പറ്റാത്തത്. ഞങ്ങളുടെ സ്കൂളിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഞങ്ങളവിടെ ഇങ്ങനെ പ്രോഗ്രാമിന് വരാനായിട്ട് നിന്നപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാദർ ചോദിച്ചു എന്തിനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൈരളി ചാനലിൻ്റെ പ്രോഗ്രാമിന് പോകാൻ. അപ്പോൾ ചോദിച്ചു എന്താ വിഷയം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ യുവജനോത്സവമാണ്. ഉടനെ പറഞ്ഞത് ക്ലസ്റ്റർ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. ഉടനെ അനുകൂലമായിട്ടൊരു വിധി വന്നിട്ടുണ്ട്. ഇത് അത്തരത്തിൽ മാറ്റണം എന്നുള്ളത്. അപ്പൊ ഈ യുവജനോത്സവം തുടങ്ങിയതിന്റെ പേരിൽ അടുത്ത വർഷത്തേക്ക് പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതായിട്ടാണ്. നേരത്തെ സാറ് പറഞ്ഞായിരുന്നു ഒരു 30 മാർക്കിന് വേണ്ടിയിട്ടാണ് ഒരു കുട്ടി കലോത്സവത്തിന് പോകുന്നതെന്ന്. അവന്റെ എത്ര ക്ലാസ്സുകൾ അവൻ കട്ട് ചെയ്ത് അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടാണ് അവൻ ആ 30 മാർക്ക്, വെറും 30 മാർക്ക്. ഒരു പക്ഷെ അവൻ ആ ക്ലാസ്സിൽ ഇരുന്നിരുന്നെങ്കിൽ 60 മാർക്ക് മുഴുവനും സ്കോർ ചെയ്യാമായിരുന്നു. അവന്റെ ആ അധ്വാനം അവന്റെ ക്ലാസ്സിലിരിക്കേണ്ട ആ സമയവും കളഞ്ഞ് അവന് അവന് കലയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാനും അവന്റെ ഉള്ളിലുള്ള കലാകാരനെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അവന്റെ സമയം കളഞ്ഞ് അവന്റെ ആ സമയം ആ കലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പം ഒരിക്കലും ആ 30 മാർക്ക് ഗ്രേസ് മാർക്കിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം സാറ് പറഞ്ഞായിരുന്നു നമുക്ക് ഓൺലൈനായിട്ട് ജഡ്ജ്മെന്റ് നടത്താം. കാരണം ഇപ്പം ഒരു വേദിയിൽ ഇപ്പം എൻ്റെ ഇനം നാടകമാണ്. കാരണം 5ാം ക്ലാസ് തൊട്ട് നാടകം ആ രംഗത്തുണ്ട്. 8ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സബ്ജക്റ്റിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടകം കഴിയുന്നു. അപ്പോൾ ആ നാടകത്തിൽ ആ ജഡ്ജിലിരിക്കുന്നവർ വളരെ എക്സ്പീരിയൻസ്, ഒരുപക്ഷെ അവർ ഒരുപാട് നാൾ അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിരുന്നവരായിരിക്കണം, അതിൽ പ്രഗത്ഭരായിരിക്കണം. അപ്പം ഒരു വേദിയിൽ ഒരു നാടകം കഴിഞ്ഞ ശേഷം അവർക്ക് മനസ്സിലാവും എത്രത്തോളം ആ നാടകത്തിന് എന്തെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഹൈടെക് ആയിട്ട് വരുന്ന കാലത്ത് ഇപ്പം എവിടെയെല്ലാം നമ്മൾ ക്യാമറ വയ്ക്കുന്നു. കാരണം വെറുതെ നടന്നു പോകുന്ന വഴികളിൽ പോലും വീടിന്റെ ഫ്രണ്ടിൽ പോലും നമ്മൾ ക്യാമറ വയ്ക്കുന്നുണ്ട് സുരക്ഷയ്ക്കായിട്ട്. അപ്പോൾ ഒരു കലാകാരനെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഒരു വേദിയിൽ ഒരു നാടകം നടന്നു കഴിഞ്ഞു, ആ നാടകത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നോ ഒറ്റ സൈഡിൽ കാണുന്നതിനുപരി പല പ്രാവശ്യം അത് കണ്ടു നോക്കണം. എങ്കിലേ അതിലുള്ള ഒരു പിഴവോ അല്ലെങ്കിൽ അതിലുള്ള ഒരു മികവോ അറിയാൻ വെക്കുള്ളൂ. ഒറ്റ സൈഡിൽ ചിലപ്പോൾ എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ അതൊരു വളരെ അത് എപ്പോഴും കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഈ 21ാം നൂറ്റാണ്ടിൽ. ഞാൻ മോണോ ആക്ട്, മിമിക്രി, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട് ഇവയെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ജഡ്ജസ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ 3 ജഡ്ജസിൽ ചിലപ്പോൾ അവർക്ക് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുന്നു. അപ്പം നമ്മളെ നോക്കാതെ അവർ ചായയിലും ആ ആഹാരത്തിലും ചായയിലും ആ വടയിലും ആയിരിക്കും നോട്ടം. അപ്പൊ ചമ്മന്തിക്ക് ഉപ്പില്ല. നമ്മളിവിടെ ഇരുന്ന് കാണിക്കുന്നത് അവര് കാണുന്നില്ല. അവര് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അത് കഴിഞ്ഞ് മാർക്ക് ഇടുന്നു, നമ്മൾ പോകുന്നു. അത് വളരെ ശരിയായി. ഇനി മേലിൽ ജഡ്ജസിന് ഡാൻസ് കണ്ടോണ്ടിരിക്കുമ്പോ വടയും ചമ്മന്തി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഇരിക്കുന്ന ജഡ്ജസ് ഇരിക്കൂല. അങ്ങനെ കല
എന്നാൽ ആ കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബ്രേക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ അവര് മനുഷ്യരാണ്, ഇവര് ഡിലേ ആക്കണം. നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം. അത് പറയും. ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പം ക്ലാസ് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ബാക്കി പിള്ളേർക്ക്? എന്തുകൊണ്ട് എല്ലാരും ഒരേപോലെ പഠിച്ച് ഒരേപോലെ എഴുതും? അവിടെ പേരൻസിന് കംപ്ലൈന്റ് ഉണ്ടോ? ട്യൂഷൻ ടീച്ചേഴ്സിനുണ്ടോ? ആർക്കുമില്ല. ഈ ഡ്രസ്സിന് തയ്ക്കണം, എന്തിനാ ഡ്രസ്സിന്റെ ആവശ്യം? 10 പേര് മത്സരിക്കുന്നു. ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ 10 പേര് ഒരുമിച്ചിരിക്കുന്നു. മോളെ ഇതാണ് കോൺസെപ്റ്റ്, നീ അതിനെപ്പറ്റി അഭിനയിക്കും. ഇന്നയാള് ഇത് അല്ലെങ്കിൽ ഇന്ന രാഗം, ഇന്ന പാട്ടാണെങ്കിൽ ഇതാണ് ഞാൻ പറയുന്നത്. ശങ്കരാഭരണം രാഗം പാടും, മാറി മാറി. അക്ഷര ശ്ലോകം മത്സരം എങ്ങനെയാണ്? അവിടെ കുട്ടികളുടെ കഴിവ് മാത്രമേ അവിടെ വാല്യൂ ചെയ്യണുള്ളൂ. അവിടെ ഇപ്പം വന്നിരിക്കുന്ന ജഡ്ജും അത്രയും കഴിവ് വേണം ഇവരെ ചോദിക്കാനും. അപ്പൊ പേരൻസിന് കംപ്ലൈന്റ് പറയാൻ പറ്റുമോ? എല്ലാവരും ഒരുമിച്ച് കാണാം. അവിടെ ഇങ്ങനെ ആർക്ക് ഏത് കുട്ടിക്ക് കൂടുതൽ കഴിവ്? ജഡ്ജസിന് ഈ ഗുരുക്കന്മാർക്ക് കളിക്കാൻ പറ്റുമോ? CD ഗുരുക്കന്മാർക്ക് അവിടെ വരാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ കഴിവ് മാത്രമേ അവിടെ വാല്യൂ ചെയ്യത്തുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടാക്കിക്കൂടെ? അവിടെ കോസ്റ്റ്യൂമും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ചെണ്ടമേളം ആണെങ്കിൽ തന്നെ ഇന്ന താളത്തിൽ നിങ്ങൾ വായിക്കൂ, ഇനി അതിന് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ എടുക്കൂ, ഇന്ന ഈ ഗതി മാറ്റി നിങ്ങൾ വായിക്കൂ. അത് ചെയ്യട്ടെ. അപ്പൊ കുട്ടികളുടെ കഴിവറിയാം, കുട്ടികൾക്ക് കംപ്ലൈന്റ് വരില്ല. എന്നെ കാട്ടി ആ കുട്ടി നന്നായി ചെയ്തു, കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് അന്തസ്സായിട്ട് പിരിഞ്ഞു പകരം ഈ ജഡ്ജസ് ഈ അന്യായം കാണിക്കുന്ന ജഡ്ജ്മെന്റ് ആണല്ലോ നമ്മുടെ വിഷയം. ഈ ജഡ്ജസിനൊരു വിചാരമുണ്ട്, തങ്ങൾ ഇടുന്ന മാർക്ക് ആരും അറിയൂല. അയ്യോ ഞാനല്ല, ഞാൻ മോക്കാണ് തന്നെ, അവരാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ മാർക്ക് അപ്പോഴങ്ങ് പ്രസിദ്ധീകരിക്കണം. ഏറ്റവും നല്ല കാര്യം അതാണ്. ഒരു ജഡ്ജും പിന്നെ അന്യായം കാണിക്കാൻ ഭയപ്പെടൂല. ആരൊക്കെയോ പെർഫോം ചെയ്യുന്നവരുണ്ട് ഇവിടെ. ആരൊക്കെയുണ്ട്? കൈപൊക്കോ. ശരി, എന്താണ് മോളെന്ത് ചെയ്യും? ഞാനിപ്പോ മത്സരിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷനാണ്. കർപ്പക മനോഹര കർപ്പക മനോഹര കാതരുൾ കൃപാകര കർപ്പക മനോഹര കാതരുൾ കൃപാകര കർപ്പക മനോഹര കാതരുൾ കൃപാകര കർപ്പക മനോഹര കാതരുൾ കൃപാകര കർപ്പക മനോഹര. മത്സരിക്കുന്നുണ്ടോ? ക്ലാസിക്കൽ തന്നെയാണോ? ക്ലാസിക്കൽ തന്നെയാണ്. ക്ലാസിക്കൽ പ്ലസ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, വേറെ ആരാണ്? മോളേതാ? ഞാൻ അറബിക് പദ്യം ചൊല്ലലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 വർഷമായിട്ട് ഞാൻ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം അറബിക് പദ്യം ചൊല്ലലിന് സബ് ജില്ലയിൽ പോയി. സബ് ജില്ലയിൽ പോയപ്പോൾ എന്ന് പറഞ്ഞത് 3 കുട്ടികളാണ് മത്സരിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കുട്ടികൾ സ്റ്റേജിൽ കയറിയപ്പോഴും ഒരു ജഡ്ജ് ഇരുന്ന് നന്നായിട്ട് താളം കൊട്ടി നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കയറിയപ്പോൾ ഒരാൾ ഇരുന്ന് ഉറങ്ങുകയാണ്. ഞാൻ വിചാരിക്കുകയും ചെയ്തു, എൻ്റെത് വന്നപ്പോൾ അവരിത് ഉറങ്ങുകയാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. ഒരു കുട്ടി അതിനിടയ്ക്ക് തെറ്റുകയും ചെയ്തു. പക്ഷെ അവർക്ക് ഫസ്റ്റും കിട്ടി, എനിക്ക് സെക്കൻഡും ആണ് കിട്ടിയത്. ഒരു കാര്യം ഞാൻ പറയാണ്, യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി ഞാൻ കണ്ടിരിക്കുന്ന യുവജനോത്സവ വേദികളാണ്. ഞാൻ നിർമ്മിച്ച മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി ആയിരുന്നു നായിക. അതിന്റെ സെക്കൻഡ് പാർട്ട് യുവജനോത്സവം ഡബ് ചെയ്തത്. അതെ, അതിന്റെ സെക്കൻഡ് പാർട്ട് യുവജനോത്സവമായി ബേസ് ചെയ്ത് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യുവജനോത്സവത്തിൽ ഇപ്പൊ പറഞ്ഞ കോമഡികൾ തന്നെയാണ് അതിനകത്തുള്ളത്. മച്ചാൻ, അതായത് മുകേഷിന്റെയും ബൈജുവിന്റെയും മക്കൾ യുവജനോത്സവത്തിന് പോകുമ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന അച്ഛന്മാരുടെ കുട്ടികളെ നിങ്ങൾ പറയാനുള്ള ശ്രദ്ധിക്കേണ്ടത്, മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ 1ാം സ്ഥാനം 2ാം സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല, മറിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുകയും മറ്റുള്ള ബാഹ്യശക്തി ഇടപെടൽപ്പെട്ട് അതിന് വശംവദരായി പോകരുത്. നിങ്ങളുടെ ഭാവി നോക്കണം. നിങ്ങൾക്ക് പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും സന്തോഷകരമായി പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടുകളായിരിക്കണം നിങ്ങൾ ഇനിയും എടുക്കേണ്ടത്. താഴെത്തലം നിങ്ങൾ കൊടുക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു ഉപദേശമായിരിക്കണം. ടീച്ചർമാർ പഠിപ്പിക്കുന്ന കുട്ടികളെയും അവർ ആ രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നാൽ ഈ മേഖല കുറച്ചുകൂടി മെച്ചമാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതെ, എല്ലാവരും പറയാം ഇതെങ്ങനെ ഭംഗിയായി. ഇനി ആർക്കും പരാതികളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ
ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സ് തളരാതിരിക്കുന്ന രീതിയിൽ എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകാം? എല്ലാവരും ഓരോ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരുന്നു. പച്ച നോട്ട് കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കാത്ത ജഡ്ജസ് വന്നാൽ ഇതെല്ലാം തീരും. അതായത് മത്സരമല്ലാതെ ഉത്സവമാക്കുക. ഏറ്റവും നല്ല സംഘാടകരനുസരിച്ച് ഒരിക്കൽ വിളിച്ച ജഡ്ജസിനെ 3 കൊല്ലത്തേക്ക് വിളിക്കാതിരിക്കുക. പൈസ കൊണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ നെട്ടോട്ടം ഓടണം ഈ രക്ഷകർത്താക്കള്. അങ്ങനെ ചെയ്താൽ മതി. ചേച്ചിയോട് ഈ നൃത്തകലയായാലും വേറെ ഏത് കലയായാലും ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജഡ്ജ്മെന്റ് എന്ന് പറയണത് ഒരുമിച്ചിരുന്ന് കണ്ട് അതിനെ വിലയിരുത്തിയാലേ അത് ശരിക്കും സക്സസ് ആവുള്ളൂ. അല്ല, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം, ഏത് കലയാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു യുവജനോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിച്ച് അത് നമ്മുടെ ആ പഠിത്തം കഴിയുന്ന സമയത്ത് അത് കളഞ്ഞിട്ട് പോവുക. അതാണ് 70% കുട്ടികളും കണ്ടിട്ടുള്ളത്. അതങ്ങനെ അല്ലാതെ അത് ജീവിതകാലം മുഴുവൻ മീൻസ് നമ്മളത് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു കല ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം വേണ്ടി അല്ലാതെ തുടർന്നു കൊണ്ടുപോകണം. ഇവിടെ കുട്ടികളെല്ലാം പറഞ്ഞ പോലെ ഉറങ്ങുന്ന ജഡ്ജസിന്റെ മുമ്പ് ഇരുന്ന് പെർഫോം ചെയ്യുന്നതിന്റെ വിഷമം നല്ലപോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പല വേദികളിലായിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിലുള്ള കഴിവ് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഫലം ദൈവം തരും. അതെ, നമുക്കുള്ള കഴിവിനെ കുറിച്ച് സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ യുവജനോത്സവം മത്സരമായി കാണാതെ പോയി അടിച്ചു പൊളിച്ച് ഒരു എൻജോയ്മെന്റ്, ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എൻജോയ്മെന്റ് ആയിട്ടാണ് ഭാവിയിൽ. ഇതല്ല നമ്മുടെ എൻഡ്, യൂത്ത് ഫെസ്റ്റിവലേ അല്ല എൻഡ്. അതിനപ്പുറത്തോട്ട് ഇവർക്കൊക്കെ മറുപടിയായി നമ്മൾ തെളിയിച്ച് കാണിക്കണം നമ്മുടെ കഴിവ്. അതിലാണ് കാര്യം. അതിന് എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ജഡ്ജ്മെന്റിനെ പറ്റി തന്നെയാണ്. പിന്നെ ഇത് മത്സരമായിട്ട് തന്നെ വീണ്ടും തുടർന്ന് പോകും. മാധവിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതൊരു ഉത്സവം ആവില്ല ഒരിക്കലും. അടുത്ത വർഷം ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം, ഗവൺമെന്റും അതിന് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഒരു പാനൽ ഉണ്ടാക്കുക, ചെക്ക് ചെയ്യുക, യോഗ്യരായിട്ടുള്ളവരാണോ ഇരിക്കുന്നത് നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം 2 സബ് ജില്ലയിൽ നിന്നാണ് എൻക്വയറി വന്നത് കോളേജിലോട്ട്. കരുനാഗപ്പള്ളി സബ് ജില്ല അന്വേഷിക്കാം, ചിറ്റൂർ പാലക്കാട് സബ് ജില്ല. ടീച്ചറെ, ഇന്ന വ്യക്തി ഡാൻസിൽ PhD എടുത്ത ആളാണോ അല്ലെങ്കിൽ MA എടുത്ത ആളാണോ? ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത 2 കുട്ടികളാണ് അവിടെ പോയി ജഡ്ജസ് ആയിട്ട് സബ് ജില്ലയ്ക്ക് പോയിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജഡ്ജ്മെന്റിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ ഇതിൽ നമുക്ക് ഉത്സവമായിട്ട് തന്നെ കൊണ്ടുപോകാം, ഹെൽത്തി ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോകാം. ജഡ്ജ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതിലുള്ള 99% കാര്യങ്ങളും ഒഴിവാകും. ആരും പ്രൈസിന്റെ പുറകെ പോകില്ല. അത് ക്ലിയർ ആണെങ്കിൽ, ജഡ്ജ്മെന്റ് ക്ലിയർ ആണെങ്കിൽ, ഈ ജഡ്ജ് പൈസ കൊടുത്താൽ വാങ്ങിക്കില്ല. കറപ്ഷൻ എല്ലാ ഫീൽഡിലും ഉണ്ട്, ഡാൻസിൽ മാത്രമല്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഡാൻസിൽ മാത്രമല്ല, പാട്ടായാലും ഉണ്ട്. പാട്ടാവുമ്പോൾ മൈക്കിന്റെ വോളിയം കുറയ്ക്കും, മോണോ ആക്ട് ആവുമ്പം ഉറങ്ങി, മോള് പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ജഡ്ജ്മെന്റ് ക്ലിയർ ആക്കുക, യോഗ്യതയുള്ളവരെ ഇരുത്തുക. ഇത് ഇപ്പൊ എല്ലാ അധ്യാപകരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ എല്ലാ ജഡ്ജസും കറപ്റ്റഡ് ഒന്നുമല്ല. ഇത് ഏതാനും ചില ജഡ്ജസ് ചെയ്യുന്നതിന്റെ ഭാരമാണ് എല്ലാവരും കൂടി പകർന്നു. ഇനി ഈ ജഡ്ജസ് വരുന്നവര് എല്ലാവരും ക്വാളിഫൈഡ് ആവണമെന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ ഒരു ആസ്വാദകരായാൽ മതി. നല്ല ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്കും കറപ്ഷന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. നല്ല ജഡ്ജസ് വരിക, നല്ല ജഡ്ജസ് എന്നുള്ളത് ഇപ്പോൾ കഥകളി ജഡ്ജ് ചെയ്യാൻ, കഥകളി ഇപ്പോൾ യക്ഷഗാനം ജഡ്ജ് ചെയ്യാൻ, യക്ഷഗാനം പഠിച്ച എല്ലാവരും ഈ 14 ജില്ലയ്ക്കും അവർ തന്നെ വരണമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവർ തന്നെയായിരിക്കും ജഡ്ജസ് ആയിട്ട് വരിക. പക്ഷേ ഇത്തിരി ഹാർട്ടഡ് ആയിട്ടുള്ളവർ, എന്താ പറയുക, ആസ്വാദന ശേഷിയുള്ളവർ വന്ന് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനേക്കാൾ ഉപരി ഈ പ്രവർത്തകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. നിങ്ങളുടെ ഇടയിൽ, നമ്മളിൽ ഇടയിൽ ഇതിന് കറപ്ഷന് കൂട്ടു നിൽക്കുന്നവരെ നമ്മൾ തന്നെ ഒറ്റപ്പെടുത്തുക. പിന്നെ ഒരു കോമഡി ആയിട്ട് തന്നെ പറയാം, നമുക്ക് കേരളത്തിൽ നിന്ന് ആരും ഇതിന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബംഗാളികളെ കൊണ്ട് ജഡ്ജസ് ആയിട്ട് ഇരുത്താം. അതിന് നടക്കുകയുള്ളൂ. ഇതിൽ 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞ മോള് പറഞ്ഞെടുക്കണം ഞാനുള്ളത്, കലോത്സവം ഒരിക്കലും മത്സരത്തിന് വേണ്ടി അല്ലാതെ ഉത്സവമാക്കണം എന്നുള്ള പൂർണ്ണ അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഒന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടത്, ഇപ്പം ഈ സർക്കാരിനായാലും പരിശോധിക്കപ്പെടേണ്ടത്, ഏതൊക്കെ തലങ്ങളിൽ ഇത് അവസാനിപ്പിക്കാം. ഇപ്പം നേരത്തെ LP സെഷൻ പഞ്ചായത്തിൽ അവസാനിപ്പിക്കും, ജില്ലകളിൽ അവസാനിപ്പിക്കും, സബ് ജില്ലകളിൽ അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിൽ അവസാനിപ്പിക്കണം ആ ഒരു പഞ്ചായത്തിലെ കുട്ടികളുടെ. അതുകൊണ്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, ഇവിടെ എത്തുമ്പോഴേക്കും, സ്റ്റേറ്റിലെത്തുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കൂടെ ഗ്രാവിറ്റി കുറക്കണം. ഒരു പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ മാത്രമായി അത് ജില്ലകളിലേക്ക് SSLC വരെയുള്ള ജില്ലകളിൽ തീർക്കണം.
രണ്ടാമത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇത് ഒരു രക്ഷിതാക്കളുടെ കലയായി മാറരുത്. നമ്മളൊരിക്കലും രക്ഷിതാക്കളുടെ കലയല്ല, അതുപോലെ ഡാൻസ് ടീച്ചർമാരുടെയും കലയല്ല ഈ പറയുന്നതാണ്. ഇത് കുട്ടി നമ്മുടേതാണ് കല. ഇത് മറ്റൊരു വിഷയം, സംഘാടകരാണ്. സംഘാടകരെ വല്ലാത്ത രീതിയിൽ ഒരുപാട് സംഘാടന പിഴവുകളുള്ള വലിയ മേളയാകുമ്പോൾ ഒരുപാട് സംഘാടന പിഴവുകളുണ്ട്. സംഘാടനം മികവുറ്റതാക്കാൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ സംഘാടനത്തിനും പുറമെയാണ് കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അപ്പീലുകളായാലും കോടതികളുടെ ഭാഗമായാലും ഇതൊക്കെ തന്നെ സംഘാടനത്തിനും പുറമെയാണ്. അത് എങ്ങനെയെന്നുള്ളത് ഒന്നുകൂടി ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ജഡ്ജ്മെന്റ് നിയമിക്കുമ്പോൾ ഞാൻ ഒരുപാട് വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പാനൽ സിസ്റ്റം തന്നെ അതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാവണം ജഡ്ജ്മെന്റ്. അതിനൊരു തർക്കമില്ല. കാശ് വാങ്ങിക്കുന്നത് എന്നുണ്ട്, ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും. ഈ കൂട്ടത്തിലുള്ള ആളും ഉണ്ടാവും, ഞാൻ ഉൾപ്പെടെ. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു കാരണവശാലും ഈ കലയെ വിറ്റിട്ട് സ്വന്തം കുട്ടിയെ, കല മറ്റു വിധത്തിലും ചെയ്യാം, പക്ഷെ ഒരു കുട്ടിയുടെ കഴിവിനെ ആളെ കാശ് കൊണ്ട് അളക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് മാറിയേ പറ്റൂ. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സർക്കാർ വിചാരിക്കാമെങ്കിൽ നമ്മുടെ സർക്കാർ അത് വളരെ നന്നായിട്ട് വിചാരിക്കുമെന്ന് കരുതുന്നു. അത് വിചാരിച്ച് ആ നല്ല ജഡ്ജസിനെ കൊണ്ടുവന്ന് പ്രോഗ്രാം നല്ലതാക്കാൻ രക്ഷിതാക്കളും സംഘാടകരും ഒക്കെ ചേർന്ന് കൃത്യമായി ഇത് നടത്താൻ കൃത്യതയും അതിൻ്റെ സമയം പാലിച്ച് ഇത്രയും ലേറ്റ് ആക്കാതെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ നടത്താൻ സർക്കാർ എല്ലാവരെയും ആശംസിക്കുന്നു. കുട്ടികൾക്ക് ഇതൊരു ആരോഗ്യപരമായ മത്സരമാകട്ടെ എന്ന് നല്ല ആശംസിക്കുന്നു. അവർക്ക് എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. മാഡം, അവസാനം മാഡത്തിന് എന്താണ് ഈ ചർച്ചയിലൂടെ പറയാനുള്ളത്? ചർച്ചയിലൂടെ ഇത്രയും സമയവും കുട്ടികളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞതും ഈ ഭാഗത്തുനിന്ന് പറഞ്ഞതും ജഡ്ജസിൻ്റെ വലിയൊരു കുഴപ്പവും സംഘാടകരുടെ പിഴവുമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ വർഷം പിഴവില്ലാതെ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷങ്ങളായി ജഡ്ജസായിട്ട് വിളിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ഒഴിവാക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടാവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അടുത്ത വർഷം മുന്നേറും. പിന്നീട് സംഘാടകരുടെ പിഴവ് എന്ന് പറയുന്നത് ഈ വരുന്ന രക്ഷകർത്താക്കളും, ഞാൻ വർഷങ്ങളായിട്ട് 1-ാം വേദിയുടെ പിറകിലും മുമ്പിലും പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ 1-ാം വേദിയിൽ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഡാൻസ് മാസ്റ്റർമാർ, ഒരു കുട്ടിക്ക് തന്നെ 10 കുട്ടിക്ക് ഒരു ഡാൻസ് മാഷും മേക്കപ്പ് മാൻമാരും അവർ തന്നെയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ ഏത് കുട്ടിക്ക് സമ്മാനം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം? മാഡം അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തടിതപ്പോഴാണ് ചെയ്തത്. അപ്പം ആ ഒരു സമ്പ്രദായം, ഒരു കുട്ടിയുടെ ഒരു 10-15 പേര് വരുന്ന സംഭവം തന്നെ ഒഴിവാക്കണം. അപ്പം അതിലെ ആൾത്തിരക്കുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പകുതി അവിടെ അവസാനിക്കും. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഒരുങ്ങുന്ന സ്ഥലത്ത് അധികമായിട്ട് ആളുകൾ വരികയും അവിടെ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. പിന്നെ അവർ നടക്കുന്ന സമയത്ത് അതുവഴി നടക്കുന്നു. അപ്പം ചില അടയാളങ്ങളൊക്കെ അവരിൽ ഉണ്ടായിരിക്കാം, അതെനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ അവരുടെ മക്കളുടെ കഴിവനുസരിച്ച് കിട്ടും എന്നുള്ള ഒരു സംഭവം അവർക്ക് ഉണ്ടായാൽ അവർ കാശുമായിട്ട് മറ്റു ജഡ്ജസിന്റെ പുറകെ നടക്കാതിരുന്നാൽ, അതുപോലെ തന്നെ കലാകാരന്മാർ അവരുടെ ആ മഹത്വം ആ വേദിയിൽ കാണിച്ചാൽ തീർച്ചയായിട്ടും ഈ കലോത്സവം യാതൊരു അലങ്കോലവും ഇല്ലാതെ നമുക്ക് കൃത്യമായി സമയബന്ധിതമായി നടത്താൻ സാധിക്കും. അത്രമേലിന്നും നിലാവിനെ സ്നേഹിച്ചോരഞ്ചിത പൂവിനു മൗനം. അത്രമേലിന്നും നിലാവിനെ സ്നേഹിച്ചോരഞ്ചിത പൂവിനു മൗനം. പാതിരക്കാറ്റിൻ്റെ ചുംബനപ്പാടുള്ള ഹേമന്തരാവിനു മൗനം. പാതിരക്കാറ്റിൻ്റെ ചുംബനപ്പാടുള്ള ഹേമന്തരാവിനു മൗനം. സുഖമുള്ള മൗനം, അഴകുള്ള മൗനം, 1000 ചിറകുള്ള മൗനം. തുടരെ മദ്ദളവും മുരശൊടുമരുവൊദ്ദകളും ബദയൊടു തുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ ദാശികളാൽ കൊടുമ പുല്ലുകൾ ധൂളച്ചൂളകൾ കൊമ്പുചങ്കുകളാൽ തകൃതികൾ കേളുതാളമിലോടി ചാടിയും സഫു നിൽപ്പുകളാൽ. തുടരെ മദ്ദളവും മുരശൊടുമരുവൊദ്ദകളും ബദയൊടു തുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ ദാശികളാൽ തനദിനന്തോം തനദിനന്തോം തന
തനദിനന്തോം തിന്തിന്തോം തനദിനന്തോം 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 തിന്തിന്തോം തനദിനന്തോം 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 തിന്തിന്തോം തനദിനന്തോം 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 തിന്തിന്തോം ശനപനാന്ന് മഴ പൊഴിയണമേ കുളിരണ തന്തിന്തോം ശനപനാന്ന് മഴ പൊഴിയണമേ കുളിരണ തന്തിന്തോം തനദിനന്തോം 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 തിന്തിന്തോം തനദിനന്തോം 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 തിന്തിന്തോം. ഓരോ മത്സരങ്ങൾക്കായി ചിലങ്ക കെട്ടി ചായം പൂശി ചമയമണിഞ്ഞ് കുട്ടികൾ ഇവിടെ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ നടന്ന ചർച്ചയിൽ എല്ലാവരും പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യുവജനോത്സവത്തിൽ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് മാത്രമുള്ളതല്ല, ജഡ്ജസിന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ മാത്രമല്ല, നമ്മൾ പാരൻസ് രക്ഷിതാക്കളും കൂടി ഇത്തരം കാര്യത്തിൽ കുറേയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതാ വരുന്ന ഒരു തലമുറയാണ്. ഈ കുട്ടികൾക്കെല്ലാം ഒരു നല്ല സന്ദേശമാണ് കലോത്സവത്തിൽ കൂടി നമ്മൾ നൽകേണ്ടത്. തീർച്ചയായും ഈ കുട്ടികളുടെ ഉള്ളിലെല്ലാം ഒരു ആധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെല്ലാം തെറ്റുകാരാണ്. രക്ഷിതാക്കളും സംഘാടകരും ജഡ്ജസും എല്ലാവരും സമൂഹം ഒന്നടങ്കം തെറ്റായ ഒരു സന്ദേശത്തിലേക്കാണ് കലാകാരന്മാരെ കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ലാതെ നല്ല ആരോഗ്യകരമായ ഒരു യുവജനോത്സവം ഈ വർഷം മുതലെങ്കിലും നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നല്ലൊരു സംഗീതം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ.